കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന മാഫിയയ്ക്ക് കനത്ത തിരിച്ചടി. ഛത്തീസ്ഗഡിൽ ഘർ വാപ്പസി തുടരുന്നു. ക്രൈസ്തവ പുരോഹിതൻ ഹിന്ദുമതത്തിലേക്ക് തിരികെ എത്തി. മുൻപ് ക്രൈസ്തവ മതം സ്വീകരിച്ച മഹേന്ദ്ര ബാഗേലാണ് സ്വധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ തേവ്ഡ ഗ്രാമത്തിലാണ് സംഭവം. പ്രദേശത്തെ ക്ഷേത്രത്തിലെത്തി രാമായണം സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുധർമ്മത്തിലേക്ക് തിരികെ എത്തുകയായിരുന്നു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന മാഫിയയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണല്ലേ? ഈ ഛത്തീസ്ഗഡിലെ വനവാസി മേഖലകളിൽ ഏറ്റവും അധികം പണം മുടക്കുന്നതും ഏറ്റവും അധികം മതപരിവർത്തനം നടത്തുന്നതും കേരളത്തിൽ നിന്നുള്ള ഈ മതപരിവർത്തന മാഫിയയാണ്. ഇതാ ഇപ്പോൾ അവർക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഛത്തീസ്ഗഡിലെ ഒരു ക്രൈസ്തവ മതപുരോഹിതൻ സ്വധർമ്മത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. മുൻപ് മതപരിവർത്തനം നടത്തിയ മഹേന്ദ്ര ബാഗേലാണ് തിരികെ ഹിന്ദുമതത്തിലേക്ക് എത്തിയത്. ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ തേവ്ഡ ഗ്രാമത്തിലാണ് സംഭവം. പ്രദേശത്തെ ക്ഷേത്രത്തിലെത്തി രാമായണം സ്വീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഹിന്ദുമതത്തിലേക്ക് തിരികെ വന്നത്. ഇദ്ദേഹത്തിനൊപ്പം 100-ലധികം ആളുകൾ ഈ ഘർവാപ്പസി നടത്തി തിരികെ എത്തിയിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ മാവോയിസ്റ്റുകൾക്കൊപ്പം ചേർന്നാണ് ഈ ക്രൈസ്തവ മതപരിവർത്തന മാഫിയ പ്രവർത്തിച്ചിരുന്നത്. മാവോയിസ്റ്റുകളുടെ ശക്തി ക്ഷയിച്ചതോടെ അവിടെ ഭയപ്പെടുത്തലിലൂടെ ആദിവാസികളെ മതം മാറ്റുന്ന പ്രവൃത്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രലോഭനത്തിലൂടെയുള്ള മതം മാറ്റത്തിനും തിരിച്ചടി നേരിടുന്നു. അതാണ് ഈ മുൻപ് മതം മാറിപ്പോയ ആളുകളെല്ലാം തന്നെ ഈ വനവാസി മേഖലകളിൽ തിരികെ വരാൻ കാരണം. യെസ്, കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന മാഫിയയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. ഛത്തീസ്ഗഡിൽ ഘർ വാപ്പസി തുടരുന്നു. ക്രൈസ്തവ പുരോഹിതൻ ഹിന്ദുമതത്തിലേക്ക് തിരികെ എത്തി. മുൻപ് ക്രൈസ്തവ മതം സ്വീകരിച്ച മഹേന്ദ്ര ബാഗേലാണ് സ്വധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്.